എന്തുകൊണ്ട് വയനാട് ഉപേക്ഷിച്ചു? ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ് എംപിമാർക്കും സ്വന്തം മണ്ഡലത്തിലേക്ക് ഇന്ന് തിരിച്ചു പോവാനായിട്ടില്ല. മലയാള മാധ്യമങ്ങൾ ഒരുപക്ഷെ പുറത്തുവിട്ടിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ നേതാവും കയ്യൊപ്പിട്ട വാറണ്ടി കടലാസ്, ഗ്യാരണ്ടി കടലാസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ മാസവിഹിതമായ 8500 അക്കൗണ്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞ് അവിടെ ക്രമസമാധാന പ്രശ്നമായിട്ട് തൊട്ടടുത്ത കർണാടകയിലും UP-യിലും പല കോൺഗ്രസ് എംപിമാർക്കും അങ്ങ് ഡൽഹി വിട്ട് ഇനിയും സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അവരെ കാത്തിരിക്കുന്ന അത്ര സുഖകരമായ വസ്തുതകളൊന്നുമല്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് 2 വട്ടം ആലോചിക്കണല്ലേ രാഹുൽ? വയനാട് വിടണോ അല്ലേ? ഒരുപക്ഷെ അപ്പുറത്ത് അയോഗ്യനാക്കിയാലോ? അല്ല, മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഡോക്ടർ ജയരാജിന്റെ അവസാനത്തെ മണിപ്പൂരിന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണെന്നും രാഷ്ട്രീയ പൊളിറ്റിക്സിൽ അത്യാവശ്യം വിവരമുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ സാർ, മണിപ്പൂരിലെ ചരിത്രം താണെന്ന് എനിക്ക് വിശദീകരിക്കുമോ? മണിപ്പൂരിന്റെ പേരിൽ എന്തുമാത്രം വർഗീയ പ്രസംഗങ്ങളാണ്, ഭിന്നിപ്പാണ്, ഈ മനുഷ്യന്റെ മനസ്സിനകറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇന്നലെ സർ, ഓർത്തഡോക്സ് സഭാ ഭദ്രാസനത്തിന്റെ ചുമതലക്കാരനും കേരളത്തിലെ യാക്കോബ സഭയുടെയും ആളുകൾ ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ BJP-യെയും സംഘപരിവാറിനെയും മണിപ്പൂരിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയ ആ 2 പേരുടെയും പ്രസ്താവന, സത്യസന്ധമായ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. ഞാൻ വായിച്ച് കേൾപ്പിക്കണോ ആ രണ്ടും? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് ബോധപൂർവമായാലും അല്ലെങ്കിൽ ശരി, അടിസ്ഥാനപരമായി മണിപ്പൂരിലേത് വർഗീയ ലഹളയല്ല, അടിസ്ഥാനപരമായ അത് ഗോത്ര കലാപമാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബ സഭയുടെ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന യാക്കോബ സഭയുടെ കാര്യമാണ് പറയുന്നത്. മലങ്കര യാക്കോബ സുറിയാനി അധ്യക്ഷൻ ജോസഫ് മാർ ഗ്രിഗോറിയസ്, RSSന്റെ തലവൻ മോഹൻ ഭഗവത് പറഞ്ഞ നിലപാടാണ് ശരി. തീർന്നില്ല ജയരാജ്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസിലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയ കത്തോലിക്ക ബാബ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ഞങ്ങൾ വളരെ ബോധപൂർവം ജോർജ് സോറോസിന്റെയും രാജ്യദ്രോഹികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്സ്യൂളുകളാക്കിയിട്ട് കൊടുത്ത വ്യാജ വാർത്തകൾ. ഇന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. BJP-ക്കെതിരായി ഒരു വാർത്ത പടച്ചു വിട്ടാൽ 30,000 രൂപയാണ് പ്രതിഫലം. ഇന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ എന്റെ ഡോക്ടർ ജയരാജനോട് ചോദിക്കും, അല്ല സാർ, തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ മൻമോഹൻ സിംഗിന്റെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലഘട്ടത്തില് മണിപ്പൂരിൽ കലാപം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിമാര് ആ കലാപം നടന്ന സമയത്ത് മണിപ്പൂർ സന്ദർശിച്ചത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാൻ ചോദ്യം വളരെ വ്യക്തമായിട്ട് ചോദിക്കും. ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി മണിപ്പൂരിലോ നോർത്ത് ഈസ്റ്റിലോ കലാപം നടന്ന, ഈ ഗോത്ര കലാപം നടന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ അവരാരെങ്കിലും പോയതിന്റെ ചരിത്രം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നേരെ മറിച്ച് കലാപമുണ്ടായ ഉടനെ തന്നെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഒന്ന് തെക്കൻ കേരളത്തിലായിരുന്നു, ഇന്ത്യയിലായിരുന്നു, യാത്ര വെട്ടിച്ചുരുക്കി അവിടെ പോയി സ്ഥിതിഗതി വിശകലനം ചെയ്തു. ഇന്നും അന്ന് പറഞ്ഞതിൽ നിന്നും മാറ്റി പറഞ്ഞ് യാക്കോബ സഭയും സുറിയാനിയും പറയുമ്പോൾ ആരാണ് സർ ജനങ്ങളെ വർഗീയമായി വിഘടിപ്പിച്ചും ഇല്ലാ വചനങ്ങൾ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും വോട്ടിന് വേണ്ടി ജനങ്ങളെ ചതിക്കുന്നത്? ഇതൊക്കെ വൈകിയാണെങ്കിലും സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴത്തേക്കും അസത്യം 2 ചുറ്റ് സഞ്ചരിക്കുകയും അതിന്റെ പ്രചാരകന്മാരായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, ജോർജ് സോറോസ്, ചില ഏജൻസികൾ, ചില ടൂൾ കിറ്റുകൾ, ചില വാർത്തകൾ പണം കൊടുത്ത വ്യക്തികൾ, എന്നിട്ടും സർ കേൾക്കണം, എന്നിട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ജൈത്രയാത്രയ്ക്ക് അവസാനം കുറിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയും, നിങ്ങളൊക്കെ എത്ര അസ്വസ്ഥരായാലും ശരി, പഴയ ജനതയല്ല ഈ ജനത. വിരൽത്തുമ്പിലാണെന്ന് വിജ്ഞാനം. ലോകത്തിന്റെ മുമ്പിലേക്ക് വസ്തുതകള് അതിനെ പ്രതിരോധിക്കാനും ഒത്തോടെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുള്ള ഭരണാധികാരിയുടെ വരവാണ്. അതുകൊണ്ടാണ് 18 സീറ്റിൽ നിന്നും കോൺഗ്രസ് 19 ആകുന്നതും. ഇടതുപക്ഷക്കാർ പിണറായിയുടെ സ്വന്തം ബൂത്തിലും, ഇതോട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട നമ്പ്യാരി, പിണറായിയുടെ സ്വന്തം ബൂത്തിൽ നിങ്ങൾ കേൾക്കണം, എളമരം കരീമിന്റെ സ്വന്തം ബൂത്തിൽ പോരാ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയിട്ട ആലപ്പുഴയിലും പുന്നപ്രയിലും വയലാറിലും 3-ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെയൊക്കെ BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തോന്നുന്ന കേരളത്തില് ഈ വഴിയുള്ള നടന്നത് പറഞ്ഞത് തെറ്റാണ്. ഇല്ല ഡോക്ടർ ജയരാജ് പിണറായി, ഒരു മിനിറ്റ്,
നമ്പ്യാർ ഒന്ന് പൂർത്തിയായിക്കോട്ടെ, ഒന്ന് പൂർത്തി. ഞാൻ ജയരാജോട് പറയുന്നത്, ഇന്ന് BJP-കാരനല്ല ഞങ്ങൾ ഏറ്റവും അധികം എതിർക്കുന്ന G. സുധാകരന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി, അദ്ദേഹം വാക്കുകൾ ഞാൻ കൃത്യം ആവർത്തിക്കാം, കമ്മ്യൂണിസത്തിന് പിറവിയെടുത്ത മണ്ണിൽ BJP ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അതുപോലെ ചർച്ചാ വിഷയം അല്ലാത്തത് കൊണ്ടാ. 1000 സിംഹത്തെ ഒരു കഴുത നയിക്കുന്നതിന് പകരം 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുകയാണ് ഉചിതം എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഡോക്ടർ ജയരാജനെ വീണ്ടും വെല്ലുവിളിക്കാം. പിണറായിയുടെ സ്വന്തം ബൂത്തിൽ 31, ധർമ്മടത്ത് 51 വോട്ടുണ്ടായിരുന്ന BJP-ക്ക് 117, എളമരം കരീമിന്റെ മണ്ഡലത്തില് 308 വോട്ട് CPM നേടിയപ്പോൾ BJP ഒന്നാം സ്ഥാനത്ത്. മുൻ MLA പ്രദീപ് കുമാറിന്റെ ബൂത്തില് BJP ഒന്നാം സ്ഥാനത്ത്. തോട്ടത്തിൽ രവീന്ദ്രന്റെ ബൂത്തില് BJP ഒന്നാം സ്ഥാനത്ത്. കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ കരുത്തുകയറ്റം. ഇതൊക്കെയല്ലേ G. സുധാകരൻ പറഞ്ഞത് ഡോക്ടർ ജയരാജൻ സാർ? എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഡോക്ടർ ജയരാജ്, എന്തായാലും അത് പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. യെസ്, അഡ്വക്കേറ്റ് നിയാസ്, സമയപരിമിതി. കനൽക്കട്ടയിലാണ് സാർ ഉരുമ്പരിക്കുന്നത്.